അങ്ങനെ 3 മാസത്തിന് ശേഷം നമ്മളിതാ വീണ്ടും പറശ്ശിനിക്ക് ഒന്ന് പോവാന്നേ. അന്ന് പോയത് മോളെ ചോറൂണിനായതുകൊണ്ട് തന്നെ നല്ല തിരക്കേനു. അന്ന് അതുകൊണ്ട് തന്നെ മുത്തപ്പനെ കാണാനൊന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഒന്നുകൂടെ വരാമെന്ന് വിചാരിച്ചു. എൻ്റെ ചെറുപ്പം മുതലേ ഞാനിവിടെ വരുന്നത് കൊണ്ട് തന്നെ എനിക്ക് എടുത്ത മുക്കും മൂലയെല്ലാം നല്ല പരിചയമാണേ. പക്ഷെ ഓരോ തവണ വരുമ്പോഴും പുതിയൊരു സ്ഥലത്ത് വരുന്നൊരു ഫീലാണ് എനിക്ക് കിട്ടുക. ഇതുപോലെ 2 സൈഡിലും ഒരുപാട് കടകളുണ്ട്. മഴക്കാലം ആയതുകൊണ്ടാണെന്നൊന്നും അറിയില്ല, അത്ര വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മറ്റേയിലൂട്ട് നടന്ന അരമണിക്കൂർ കഴിഞ്ഞിട്ട് അമ്പലത്തിലെത്തും. അത്ര തിരക്കുള്ള സമയമെല്ലാം ഉണ്ടാവും. അങ്ങനെ ഇതാ നമ്മൾ നടന്ന് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് എത്താറായേ. അങ്ങനെ ഇതാ നമ്മൾ നടന്ന് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നേ. ഇതിലൂടെ നടന്ന് നമുക്ക് അമ്പലത്തിൻ്റെ മുന്നിലേക്ക് ചെല്ലാം. അങ്ങനെ ഇതാ നമ്മൾ നടന്ന് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തിയേ. ഇതാണേ അമ്പലത്തിൻ്റെ മുൻവശം. അങ്ങനെ നമുക്ക് ചെരുപ്പെല്ലാം അഴിച്ചു വെച്ചിട്ട് പുഴയിലേക്ക് ഇറങ്ങി കാല് കഴുകും. എല്ലാവർക്കും അറിയായിരിക്കും അമ്പലം സ്ഥിതി ചെയ്യുന്നത് പുഴേൻ്റെ സൈഡിലാണേ. അങ്ങനത്തെ നമ്മൾ കാലെല്ലാം കഴുകി അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാന്നേ. നല്ല മഴയായതുകൊണ്ട് തന്നെ പുഴയെല്ലാം നല്ലോണം നിറഞ്ഞിട്ടുണ്ടേ. അങ്ങനെ നമ്മൾ കാലെല്ലാം കഴുകി ഉള്ളിലേക്ക് പോകാൻ പോകുന്നതാണ്. ഇതാണേ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂ. നിറഞ്ഞു കവിഞ്ഞൊരു പുഴയാണേ. ഇങ്ങനെ എഴുന്നിട്ട് അങ്ങ് പുഴയിലേക്ക് നോക്കിക്കാൻ നല്ല രസമാണേ. അതിലോട്ട് ഇങ്ങനെ ബോട്ടും തോണിയെല്ലാം ഇങ്ങനെ പോകുന്നത് നമുക്കിങ്ങനെ കാണാം. ഇങ്ങനെയാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത്. അമ്പലത്തിൻ്റെ ഉള്ളിൽ ഫോട്ടോയോ വീഡിയോ ഒന്നും അലോഡ് അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് മുത്തപ്പനെയോ അങ്ങനത്തെ നമ്മൾ അകത്തോട്ട് കയറിയിട്ടുണ്ടേ. അങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി തൊഴുത് കുറച്ചു നേരം ഇരുന്നു. അകത്ത് നല്ല ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമായിരുന്നേ. ഏകദേശം സന്ധ്യയ്ക്ക് വെള്ളാട്ട് ഇറങ്ങേണ്ട ഒരു സമയമാകുമ്പോഴത്തേനും വന്നേ നമ്മളിവിടെ എത്തിയത്. ശംഖുവിളിൻ്റെയും ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടുകൂടി മുത്തപ്പൻ വെള്ളാട്ടം മടപ്പൂരിൻ്റെ ഉള്ളിലേക്ക് വരുന്ന ഒരു മനസ്സ് നിറഞ്ഞ് തൊഴുതിട്ട് നമ്മൾ നേരെ മുത്തപ്പൻ്റെ പ്രസാദം കഴിക്കാൻ പോയേ. പ്രസാദമായിട്ട് ഇവിടുന്ന് തരുന്നത് പയറും ചായയുമാണേ. അതെല്ലാം കഴിച്ചിട്ട് മെല്ലെ ആടുന്ന് ഇറങ്ങി. പിന്നെ ഇതാണേ കുഞ്ഞുങ്ങൾക്ക് ചോറൂണ് നടത്തുന്ന സ്ഥലം. എൻ്റെ മക്കൾക്ക് ഇവിടുന്ന് തന്നെയാണ് ചോറൂണ് നടത്തിയത്. അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ മോന് കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞിട്ട് ഇതാ കടയിലേക്കെല്ലാം ഒന്ന് ഇറങ്ങിയതാണേ. വെറുതെ കുറച്ച് നേരം ഇതാ ഇതിലൂട്ടിയെല്ലാം ഇങ്ങനെ നടന്നേ. ഇതെല്ലാം ഇങ്ങനെ കാണുമ്പോൾ എൻ്റെ കുട്ടിക്കാലാണേ എനിക്ക് ഓർമ്മ വന്നിന്. പിന്നെ ഇതെല്ലാം ഇങ്ങനെ കണ്ട് നടക്കാനൊരു രസമല്ലേ. പിന്നെ ഇതാ ഏട്ടനാ പിടിക്കുന്ന മുത്തപ്പൻ്റെ ഒരിത് വണ്ടിയിൽ ഇങ്ങനെ തൂക്കിയിടാൻ വേണ്ടി നമ്മൾ മേടിച്ചിട്ടുണ്ടേനെ. പിന്നെ ഇതാ മോനൊരു കാറ് മേടിച്ചിന്. പിന്നെ ഇതെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ടേനുവേ. പിന്നെ അവിടുന്ന് നേരെ നമ്മൾ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇത് ചോറിനുള്ള ക്യൂ ആണേ. അങ്ങനെ ചോറെല്ലാം കഴിച്ച് പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് നമ്മളിതാ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ അങ്ങനെ അവിടെ വീട്ടിലേക്ക് പുറപ്പെട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.